തമാശ പറഞ്ഞല്ലേ സാർ? ആരെങ്കിലും മനഃപൂർവ്വം മോശമായി പറയുന്നതാണ്. എന്തുകൊണ്ടാ ഇതെന്താ പറയണെന്നറിയാം? ഇതെന്തുകൊണ്ടാ പറയുന്നത്? കാര്യം ഇതിനെ ബോച്ചയുമായിട്ട് കമ്പയർ ചെയ്ത് ഒരുപാട് പേർ ഇന്നലെ ബോച്ചയും ദ്വയാർത്ഥം, ഡോക്ടർ അരുൺകുമാറും ദ്വയാർത്ഥം. എല്ലാവർക്കും എല്ലാരെയും കൊടുക്കാനാണോ ആഗ്രഹം? ഇനി അദ്ദേഹം പറഞ്ഞത് അങ്ങ് പറയില്ല, ശരിയായില്ലെന്നിരിക്കട്ടെ, ബാലാവകാശ വിശ്വാസം നൽകി വിടട്ടെ. ഡോക്ടർ അരുൺകുമാറിനെ പോലെ മുതിർന്ന ഒരു മാധ്യമ പ്രവർത്തകൻ അങ്ങനെ ഒരു പ്രയോഗം നടത്തിയ ശരിയായില്ല. ഈ കേസെടുത്ത് പേടിപ്പിക്കുന്നു എന്ന് പറയുന്നത് എന്ത് അർത്ഥത്തിലാണ്? ഈ കേസിൽ ആരെങ്കിലും പരാതി പറഞ്ഞോ? ബാലാവകാശം വിശ്വസോയ കേസ് എടുത്തതല്ലേ? എന്ത് ഉത്തരവാദിത്തമാണുള്ളത്? അങ്ങനെ കാണുന്ന അവകാശങ്ങൾക്കൊക്കെ ഈ നാട്ടിൽ രാഷ്ട്രീയക്കാർ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അതിനെതിരെ ആരെങ്കിലും പരാതി എടുത്തിട്ടുണ്ടോ? ഈ പറയുന്നതല്ല, പറയുന്നത് വലിയ തത്വമാണ്. ഇന്നലെ ഞാൻ ആളുടെ അല്ല, ഒരു പ്രമുഖ ഡിജിറ്റൽ മീഡിയ ഒരാൾ എന്നെ വിളിച്ചിരുന്നു. നമുക്ക് പുള്ളിയെ സന്തോഷത്തോടാണ് എന്നെ ഇന്നലെ ഞാൻ നമുക്ക് വലിയൊരു അവസരം കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, എന്ത് പറ്റി? ഡോക്ടർ അരുൺകുമാർ ഇന്നലെ നിങ്ങളെ അപമാനിച്ചു വിട്ടില്ലേ, തിരിച്ചാഞ്ഞടിക്കാൻ ഒരു അവസരമാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനെയുള്ള വ്യക്തിപരമായ വിരോധം വല്ലതും ഉണ്ടോ? ഇത് ആശയപരമായി ഞങ്ങള് പരസ്പരം ഇരിക്കുമ്പോൾ അടിയാണ് സ്ഥിരം. അരുണിന്റെ പേര് അരുണെന്നും എന്റെ പേര് രാഹുൽ എന്നുമാണെന്ന് ഒഴിച്ച് ഒരു കാരണത്തിൽ ഞങ്ങൾക്ക് യോജിപ്പില്ല. പുള്ളി ഒരു ലെഫ്റ്റ് ലിബറലാണ്, ഞാൻ റൈറ്റ് കൺസർവേറ്റീവ് ആണ്. പക്ഷേ കിട്ടുന്ന അവസരത്തിൽ പോക്സോ പോലുള്ള ഗൗരവം, ഇനി പോക്സോ അദ്ദേഹത്തിനെതിരെ മാത്രമല്ല, മുമ്പ് നമ്മുടെ ഏറ്റവും മുഖ്യധാരാ മാധ്യമങ്ങളടക്കമുള്ള സ്ത്രീകൾക്കെതിരെ വരെ ചുമത്തിയിട്ടില്ലേ? ഇതൊക്കെ ആൾക്കാരെ ഹരാസ് ചെയ്യാനും പേടിപ്പിക്കാനുള്ള തന്ത്രമാണ്. നിങ്ങൾക്കറിയില്ലേ? ഇനി നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, നാളെ നിങ്ങളുടെ വായിൽ നിന്നും ഇതേപോലെ ഏതെങ്കിലും ഒരു വാക്ക് വന്നാൽ ഇത് തന്നെയാണ് ബാക്കിയുള്ളവർ ചെയ്യുക. കുട്ടികൾക്ക് വേണ്ടിയാണ് പോരാട്ടം എന്നൊക്കെ പറയുന്നതിനെ സ്വയം ഒരു ഉടുപ്പ് വേണ്ടി. രാഹുൽ അങ്ങനെ ജാഗ്രത ഇല്ലെങ്കിലേ ബോച്ചെ പറയുന്നത് തെറ്റാണ് എന്ന് പലതവണ അങ്ങനെ ഒരു മിനിറ്റ് ആവശ്യമുണ്ടായിരിക്കും. ബോച്ചെ പറയുന്നത് തെറ്റാണെന്ന് അതിശക്തമായി തന്നെ ആദ്യം പറയുകയും അതൊരു റോങ് ആണ്, ക്രൈം അല്ല. അല്ലെങ്കിൽ ശ്രീ അരുൺകുമാറിന്റെ കാര്യത്തിൽ